അൽഹംദുലില്ലാ, നമ്മുടെ ഹസന ഉംറ സംഘം ഇന്ന് തോയിഫിലേക്കാണ് യാത്ര പോകുന്നത്. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതീക്ഷയോടെ ചെന്ന ആ തോയിഫ്, പക്ഷേ തങ്ങളെ വല്ലാതെ നിരാശപ്പെടുത്തി തിരിച്ചു പറഞ്ഞയച്ച തോയിഫ്, അത് കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഉംറ സംഘം പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വരുന്ന എല്ലാ ഉംറക്കാരും തോയിഫ്, ഹുദൈബിയ എല്ലാം പോവാറുണ്ട്. അത് കമ്പനി തരുന്നതിന് പുറമെ നമ്മൾ സ്വന്തമായി കൊണ്ടുപോകാറുള്ളതാണ് പതിവ്. അതെല്ലാവരും അതുപോലെ തന്നെ ചെയ്യാറുള്ളത്. ഏതായാലും എല്ലാവർക്കും ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ആ മണ്ണൊന്ന് കാണണം എന്നുള്ള വലിയ സ്വപ്നം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ഹാജിമാരെല്ലാവരും ബസ്സിൽ കയറുന്ന മനോഹരമായ രംഗമാണ് കാണുന്നത്. പ്രായമുള്ളവരും എല്ലാവരും നമ്മളെ യാത്രയിലുണ്ട്. ബസ്സിനകത്തുള്ള മനോഹരമായ ഒരു കാഴ്ചയാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. അൽഹംദുലില്ലാ, പോകുന്ന വഴിയിൽ സൗർ മലയെല്ലാം കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ചു കൊടുത്തു. എന്തുകൊണ്ടും നല്ല മനോഹരമായൊരു ആംബിയൻസ് ആയിരുന്നു. കാരണം പ്രഭാത സമയമായതുകൊണ്ട് തന്നെ അന്തരീക്ഷവും വളരെ സമാധാനമുള്ളതായിരുന്നു. ഈ കാണുന്നതാണ് തലവെട്ട് പള്ളി, ആ പച്ച നിറത്തിൽ കാണുന്നത്. അതായത് തോയിഫിലുള്ള തലവെട്ട് പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. തോയിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹറമിലെ മക്കയിലെ അന്തരീക്ഷമേ അല്ല തോയിഫിലുള്ളത്. അവിടെ നല്ല ഫ്ലവറുകളും പൂക്കളും നല്ല തണുപ്പ് അന്തരീക്ഷം എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് തോയിഫ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലൊക്കെയുള്ള അറബികളെല്ലാവരും സുഖവാസ കേന്ദ്രമാക്കിക്കൊണ്ട് തോയിഫിനെ കാണാറുണ്ട്. കാരണം ഇവിടുത്തെ അന്തരീക്ഷം എപ്പോഴും നല്ല അന്തരീക്ഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകതയായി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. കണ്ടില്ലേ, ഇരു സൈഡിലും റോഡ് സൈഡിലൊക്കെ സൗദി അറേബ്യയിൽ മറ്റേ എവിടെയും കാണാത്ത നിലക്കുള്ള മനോഹരമായ ഒറിജിനൽ പുല്ലുകളാണ് ഇത്. അതുപോലെ തന്നെ ഒറിജിനൽ കാഴ്ചകൾ. അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ഇബ്നു അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പയുടെ ദർബാറിൻ്റെ ആ പരിസരത്താണ് എത്തിയിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പയുടെ ദർബാർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും വലിയ മഹത്വമുള്ളതാണ്. തോയിഫ് യാത്രക്ക് വരുന്ന എല്ലാ ഉംറക്കാരും ആദ്യം വരുന്നത് ഇബ്നു അബ്ബാസ് തങ്ങൾ ഉപ്പാപ്പയുടെ ദർബാറിലേക്കാണ്. ഇവിടെ വന്ന് ഇവിടുന്ന് സിയാറത്ത് ചെയ്ത് ഒന്ന് റാഹത്തായി പോയതിന് ശേഷം മാത്രമാണ് മറ്റു കാര്യങ്ങളിലൊക്കെ പോകാറുള്ളത്. തോയിഫ് ചെന്നാൽ പ്രത്യേകം കാണാറുള്ളൊരു കാര്യമാണ് ഫ്രൂട്ട്സുകൾ ഒരുപാടുണ്ട്. ഈ ഫ്രൂട്ട്സുകൾ ഇവിടെ കായ്ക്കുന്ന ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. അതുപോലെ തന്നെ തോയിഫ് അത്തിപ്പഴത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് കേന്ദ്രമാണ്. കണ്ടില്ല, മനോഹരമായ രീതിയിലാണ് ഇവർ ഫ്രൂട്ട്സിനെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ ഹാജിമാർക്ക് അത് വാങ്ങാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മാരും കാര്യമായി വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ഒരു മക്തബയാണ് ഈ കാണുന്നത്. തങ്ങളുപ്പാപ്പയുടെ പേരിലുള്ള ആ ഒരു കുത്തുബ് ഖാന എന്നൊക്കെ വേണം. അസ്സലാമു അലൈക്കും, കേൾക്കണമെന്നില്ലേ? നമ്മളിപ്പോൾ ഉള്ളത് തോയിഫിലെ ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ പേരിൽ ഉള്ള ആ ഒരു പള്ളിയിൽ നിസ്കരിച്ചു. ഇപ്പം എല്ലാവരും ഇറങ്ങിയില്ലേ? അത് മഹാനവറുകളുടെ ദർബാറാണ് ഈ കാണുന്ന ഈ കെട്ടിനകത്തുള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പ എന്ന് പറഞ്ഞാൽ റഈസുൽ മുഫസ്സിരീൻ, പരിശുദ്ധമായ ഖുർആനൊക്കെ തഫ്സീർ എന്ന അതിനൊക്കെ ക്രോഡീകരിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച വലിയൊരു മഹാനായിരുന്നു. മഹാനവറുകൾ ജനിച്ച സമയത്ത്, മഹാനവറുകൾ കുഞ്ഞായിരിക്കുമ്പോൾ മഹാനവറുകളുടെ ഉമ്മ കൊണ്ടുപോയി ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ്, തങ്ങളെ എൻ്റെ കുഞ്ഞിനൊന്ന് ദ്വാരം തരണം. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ മുത്തഅല്ലിമാവുന്ന ഈ കുട്ടിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അല്ലാഹുമ്മ അൽഹിംഹുൽ കിതാബ വ തഅ്വീല എന്ന് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദ്വാരം കൊടുത്തു. ആരംഭപ്പൂ ദ്വാരം അവനോട് ചർച്ചയില്ലല്ലോ, വിജയിച്ചില്ലേ? അപ്പോൾ അതിന് ശേഷം ആ അള്ളാഹു നിങ്ങൾക്ക് ഇൽമും എല്ലാവിധ മലക്കുകളും നൽകുമാറാവട്ടെ എന്ന് ദുആയിരുന്നു. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദുആഇന്റെ ഫലം എന്നതിലേക്ക് പിന്നീട് വലിയ പണ്ഡിതനായി മാറി. അപ്പോൾ മഹാനവറുകൾ ജനിച്ചിരുന്ന എവിടെ, വളർന്നതെല്ലാം മക്കയിലായിരുന്നു. മക്കക്കാരനാണ്. പിന്നെ തോയിഫിലേക്ക് അവർ താമസം മാറ്റി. ആ സമയത്ത് മക്കക്കാർ ചോദിച്ച ചോദ്യമുണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പ ഇത്ര നല്ല മക്ക എന്ന വലിയൊരു മഹത്വമുള്ള സ്ഥലം, എന്തുകൊണ്ടായാലും തോയിഫിന് മക്കയുടെ പ്രാധാന്യം ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. തോയിഫും മക്കയും വേറെ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ എന്ത് നിങ്ങൾ ഈ വലിയ പ്രാധാന്യമുള്ള മക്കയിൽ നിന്ന് ഇങ്ങോട്ട് താമസം മാറിയതെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കറാഹത്തെങ്ങാനും
അള്ളാഹിൻ്റെ ഹറമിൽ നിന്ന് സംഭവിക്കുമോ എന്ന് പേടിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഹറമിൽ നിന്ന് മാറി താമസിച്ചത്. ഹറാമല്ല, മനസ്സിലായില്ലേ? കറാഹത്തെങ്ങാനും സംഭവിക്കും. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ഹറമിലാണുള്ളത്. ഇനി കുറച്ച് ദിവസങ്ങൾ ഇനി നിൽക്കാനുള്ള ഹറമിലാണ്. ഇവരൊക്കെ ഒരു കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരത്തിൽ പോലും ഗീബത്തും നമീമത്തും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ അർത്ഥം. അത്രയധികം ഇവരൊക്കെ അള്ളാഹിൻ്റെ ഹറമിനെ ബഹുമാനിച്ചിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇവരുടെയൊക്കെ ആ മാതൃക നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത്ര ബഹുമാനിക്കേണ്ട സ്ഥലമാണ് എന്നുള്ളതിൻ്റെ വലിയൊരു അടയാളമാണ് ഇവരൊക്കെ ആ നാട്ടിൽ നിന്ന് പുറത്തു വന്ന് ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഹറമ് പൊരുത്തപ്പെടുന്ന മുത്തു മുഅ്മിനീങ്ങൾ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ കാണുന്ന കെട്ടത് അതിൻ്റെ ബാക്ക് മുകളിൽ കെട്ടണ്ടില്ലേ, അത് ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ പേരുള്ള ലൈബ്രറിയാണ്. അതിനപ്പുറത്ത് അവരുടെ വീടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ബസ്സിന്ന് കാണട്ടാ. ഇപ്പം നമ്മൾ ചെറുതായി ഫാത്തിഹ ഓതി ദ്വാരക്ക ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടാ. ഇബ്നു അബ്ബാസ് തങ്ങളുപ്പാപ്പയുടെ ദർബാറിലെ ചരിത്രങ്ങളെല്ലാം കണ്ടതും അറിഞ്ഞതിന് ശേഷം ഉമർ ഖാദി തങ്ങളുപ്പാപ്പയുടെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് ഇവിടെ, ആ മസ്ജിദുൽ ഹുനൂദ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മുടെ ഹാജിമാർ പോകുന്നത്. അങ്ങനെ അത് കണ്ടതിന് ശേഷം ബാക്കി അടുത്ത സെക്ഷനിലേക്ക് പോവാം എന്ന ഉദ്ദേശത്തിൽ മസ്ജിദുൽ ഹുനൂദിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന മനോഹരമായ ഒരു സ്ഥാപനമുണ്ട്, ഒരു ബിൽഡിങ്. അതായത് അറബികളുടെ പഴയ വീടുകളും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു സംഭവം അതുപോലെ രണ്ടാമത് തയ്യാറാക്കിയ മനോഹരമായൊരു കാഴ്ച. എങ്ങനെയൊക്കെയാണ് ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നത്, അതിനകത്തേ ആംബിയൻസിലാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത് മുഴുവനും. യാഥാർത്ഥ്യത്തിൽ ഇതിനകത്ത് വേറെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഇതിനകത്തുള്ള മറ്റു കാഴ്ചകളെ കണ്ടാൽ ഒറിജിനൽ പണ്ട് എങ്ങനെയൊക്കെയായിരുന്നു അറബികളെ വീടുകളുണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് നല്ല ഒരു സൗകര്യമായിരിക്കുമെന്ന് ഇതിനകത്ത് കയറുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ ഹസന ഉംറ സംഘത്തിലെ പ്രിയപ്പെട്ട ഹാജിമാരെല്ലാവരും കണ്ട് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്ന തിരക്കിലാണ്. അവരെ അപേക്ഷിച്ച് എന്തുകൊണ്ടും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എന്തുകൊണ്ടും ക്യൂരിയോസിറ്റി നിറഞ്ഞതായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ നമുക്ക് ഒരു ബോക്സ് ഈത്തപ്പഴം ഒരു സുഹൃത്ത് ഹദിയ ചെയ്തു. അതെല്ലാം വാങ്ങി ബാക്കി കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, മുകൾ വശത്ത് നോക്കുന്നു, ആ ചെറിയ ഈന്തപ്പനയുടെ കോലുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ രൂപത്തിൽ പണ്ട് എങ്ങനെയൊക്കെയായിരുന്നോ ഇവിടെ ഉണ്ടായിരുന്നത് അതേ രൂപത്തിൽ റീക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള യാഥാർത്ഥ്യത്തിലുള്ളൊരു ഉദ്ദേശം. കണ്ടില്ല, നോക്കൂ നിങ്ങൾ ഷോക്കേഴ്സിൽ വെച്ചതെല്ലാം, അതുപോലെ തന്നെ ഇവിടുത്തെ പടവുകളും എല്ലാം ഇത്രത്തോളം അവരുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും നമുക്ക് കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോകുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും കൂടെ കുറച്ച് കാഴ്ചകളുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ പുരാതനമായ പല കാര്യങ്ങളും ഈ നാട്ടിലപേക്ഷിച്ച് വലിയ അത്ഭുതം തോന്നുന്ന പല സംഭവങ്ങളും ഇവിടെ അവർ എവിടെ നിന്നൊക്കെയോ തപ്പിപ്പിടിച്ച് കണ്ടെത്തി. ടി വികളെല്ലാം പണ്ട് മോഡലുള്ള ടി വികൾ, അതിനുശേഷം ഇതിന് മുകളിൽ നല്ല ചായ കുടിക്കാർക്ക് നല്ല അടിപൊളി സംവിധാനങ്ങളും സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒരു ബിസിനസ്സാണ് എങ്കിലും നമ്മളെപ്പോഴത്തെ കാഴ്ചക്കാർക്ക് എന്തുകൊണ്ടും നല്ല മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഈ മസ്ജിദുൽ ഹുനൂദിലേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ഈ വീടും അതിൻ്റെ പരിസരത്തുള്ള. ഈ പള്ളി അറിയപ്പെടുന്നത് മസ്ജിദുൽ ഹുനൂദ് എന്ന പേരിലാണ്. മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യക്കാരെ പള്ളി എന്നൊക്കെ പറയപ്പെടുന്നു. ആ ഹെഡിങ്ങാണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. കാരണം ഇതങ്ങനെ അവിടെ കിതാബിൽ ഇവിടെ കിതാബ് അങ്ങനൊന്നുമല്ല, ഇത് പറയപ്പെടുന്നതാണ്. ഏതായാലും മസ്ജിദുൽ ഹുനൂദ് എന്ന് പറയാൻ കാരണം നമ്മുടെയൊക്കെ ഇന്ത്യക്കാരനാവുന്ന വലിയ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുപ്പാപ്പ. വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുപ്പാപ്പാക്ക് അന്ന് നാട്ടിൽ ഹയാത്തുള്ള കാലത്ത് ഉമർ ഖാദി തങ്ങളുപ്പാപ്പ ദുആഇന് വലിയ ഇജാബത്തുള്ള ഒരാളായിരുന്നു. എന്ത് ദുആയിരുന്നാലും പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും. അതുകൊണ്ട് തന്നെ അന്ന് കാലത്ത് ഉമർ ഖാദി തങ്ങളുപ്പാപ്പാൻ്റെ അടുത്തേക്ക് പരിസര നാടുകളിൽ നിന്നൊക്കെ മഴക്ഷാമം വന്നു കഴിഞ്ഞാൽ എന്താ പറയുമ്പോൾ വേനൽ വന്നു കഴിഞ്ഞാൽ ദ്വാർപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് വരുമായിരുന്നു? എല്ലാം ഞാൻ തന്നെ പറയണോ? കുറച്ചെങ്കിലും പറഞ്ഞൂടെ? ഈ ക്ഷാമം അനുഭവപ്പെടുന്നത് വരും, അല്ല അതിന് ഉത്തരം. അപ്പം എന്തായും ഇങ്ങനെ വരും, ദ്വാർപ്പിക്കും, അങ്ങനെ എന്തെങ്കിലും മഴ ലഭിക്കും.
ഇങ്ങനെ പല കാര്യങ്ങളും ലഭിക്കും. പക്ഷേ ഉമർ ഖാദി തങ്ങൾ പാപ്പ ദ്വാരന്ന് ഉത്തരം കിട്ടിയ ഉമർ ഖാദി എന്ത് ചെയ്യും? ക്യാഷ് വാങ്ങും അറിയുന്നു. അപ്പോൾ ഉമർ ഖാദി തങ്ങൾ പാപ്പാൻ്റെ വലിയ സുഹൃത്തായിരുന്നു ബൈത്താൻ മുസ്ലിയാർ. അപ്പോൾ ഉമർ ഖാദി തങ്ങൾ പാപ്പാൻ്റെ ഈ ഒരു പ്രവണത, ഈ പൈസ വാങ്ങണ ഇത് എന്തായാലേ ഈ ബൈത്താൻ മുസ്ലിയാർക്ക് വേണ്ടത്ര ഇഷ്ടമല്ല. അങ്ങനെ ഉമർ ഖാദി തങ്ങൾ പാപ്പ പൈസ പിരിപ്പിക്കും, പള്ളി ഉണ്ടാക്കാൻ ഓരോ പേരൊന്ന് പിരിപ്പിക്കും. പക്ഷേ ഇതെവിടെയും കാണില്ല. ബൈത്താൻ മുസ്ലിയാർക്ക് എന്താ ഇത് വേണ്ടത്ര ഇഷ്ടപ്പെട്ടില്ല. രണ്ടു പേരുടെയും ഷെയ്ഖായിരുന്നു മമ്പുറം സയ്യിദ് ഖുതുബുസ്സമാൻ അലവി തങ്ങൾ പാപ്പ. അപ്പോൾ ഖുതുബുസ്സമാൻ അലവി തങ്ങൾ പാപ്പയോട് ഈ ബൈത്താൻ മുസ്ലിയാർ പോയി പറഞ്ഞ്, ഉസ്താദേ, നമ്മളെ സുഹൃത്താവുന്ന ഉമർ ഖാദി അവരിങ്ങനെ ദുആന്ന് കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് പൈസ ഒക്കെ വാങ്ങും, പക്ഷേ എന്തല്ല പിന്നെ ഇവിടെ പള്ളിയുടെ പേരിൽ ആ പൈസ നിർമ്മിക്കുന്നു കാണുന്നില്ല. ഈ ഒരു വിഷയം പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ബൈത്താൻ മുസ്ലിയാരുടെ മമ്പറം തങ്ങൾ പാപ്പ എന്ത് പറഞ്ഞു? ബൈത്താനെ ഒരു കാര്യം ചെയ്യും, അടുത്ത വർഷം ഇങ്ങനെ എന്ത് ചെയ്യണം? ഹജ്ജിന് പോകണം. അങ്ങനെ ഹജ്ജിന് പോയിട്ട് നിങ്ങൾ ഇന്നാലിന്ന സ്ഥലങ്ങളെല്ലാം പോയിട്ട് എന്ത് ചെയ്യണം? ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നാലിന്ന സ്ഥലങ്ങളെല്ലാം പോയി കാണണം, വിസിറ്റ് ചെയ്യണം. അങ്ങനെ നിശ്ചിത ഓരോ ഏരിയകളൊക്കെ എന്തായി മമ്പറം തങ്ങൾ പാപ്പ ഏൽപ്പിച്ചു കൊടുത്തു. അതുപ്രകാരം ബൈത്താൻ മുസ്ലിയാർ അടുത്ത വർഷം ഹജ്ജിന് പോകാനാണ്. ഹജ്ജെല്ലാം കഴിഞ്ഞു. ആ ഹജ്ജ് കഴിഞ്ഞ് സ്വാഭാവികം ഇതുപോലെ തന്നെയാണ് എന്ത് ഈ ത്വായിഫ് എന്ന് പറഞ്ഞ സ്ഥലം കാണാൻ വരുമല്ലോ, ഇവിടെ ചരിത്രങ്ങളുടെ സ്ഥലമല്ലേ. ഇങ്ങനെല്ലാം കാണാൻ വരുമ്പോൾ ഇവിടെ ഈ പണ്ട് കാലത്ത് ഈ അറബികളൊക്കെ എന്ന് പറഞ്ഞാൽ വൻ ഫക്കീറന്മാരായിരുന്നു. ഇവർക്ക് ഈ ഓയിൽ വന്നതിന് ശേഷമാണ് ഇവർ കുറച്ച് ഡെവലപ്പായത്. പണ്ട് നമ്മളെ നാട്ടിൽ നിന്നൊക്കെയാണ് പിരിപ്പിച്ച് ഇവിടെ നിന്ന് പള്ളി ഉണ്ടായിരുന്നു ചരിത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബൈത്താൻ മുസ്ലിയാർ ഹജ്ജെല്ലാം കഴിഞ്ഞ് വന്ന് ഈ പറഞ്ഞ ഈ ത്വായിഫ് ഭാഗത്ത് വരുന്ന സമയത്ത് കാണുന്ന രംഗെന്താ, പല സ്ഥലങ്ങളിലും പള്ളികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പള്ളികൾ അറ്റകുറ്റപ്പണി നടക്കുന്നുണ്ട്, ചില സ്ഥലത്ത് പുതിയ പള്ളി നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇവരോട് എന്താ ഈ ബൈത്താൻ മുസ്ലിയാർ ചോദിച്ചു, ഇത് ഈ പള്ളി ആ പണിക്കാരോട് ചോദിക്കുകയാണ്, ഇതെല്ലാം ആരാ പണിയെടുപ്പിക്കുന്നത്? കാരണം മമ്പുറം തങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടല്ലേ വരുന്നത്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ബൈത്താൻ മുസ്ലിയാരോട് ആ ജോലി ചെയ്യുന്നവർ പറഞ്ഞു, ഇത് ഇന്ത്യക്കാരനായ ഒരു ഉമർ ഖാദി എന്ന് പറയുന്ന ഒരാളാണ് ഇതെല്ലാം പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ആഴ്ച വെള്ളിയാഴ്ച നാട്ടിൽ ജുമുഅക്ക് ആരെ കൂടെ കൂടിയിട്ടുണ്ട്? ഉമർ ഖാദി തങ്ങൾ പാപ്പാൻ്റെ കൂടെ ബൈത്താൻ മുസ്ലിയാർ കൂടിയിട്ടുണ്ട് ജുമുഅക്ക്. ഈ പണിക്കാർ പറയാണ്, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് എല്ലാവർക്കുള്ള ജോലിയിലെ കൂലി അദ്ദേഹം തന്നു പോയിട്ടുണ്ട്. നാട്ടിൽ ജുമുഅക്ക് കൂടിന് ആര്? ബൈത്താൻ മുസ്ലിയാർ. ഇതോടെ സ്വന്തം കൂട്ടുകാരൻ്റെ ആ ഒരു സ്റ്റേജ് ആർക്ക് മനസ്സിലായി? ബൈത്താൻ മുസ്ലിയാർക്ക് ചില്ലറക്കാരനല്ല, എൻ്റെ അടുത്ത് വന്ന തെറ്റുദ്ധാരണയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം പിന്നീട് നാട്ടിലെത്തി ബൈത്താൻ മുസ്ലിയാർ മമ്പറം തങ്ങൾ പാപ്പാനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ആ സ്പോട്ടിൽ മമ്പറം തങ്ങൾ പാപ്പ ചോദിച്ചെന്താ പറയുക, ബൈത്താനെ നിൻ്റെ മേത്തുള്ള ഷെയ്ത്താനൊക്കെ ഇറങ്ങിപ്പോയോ എന്ന്. മനസ്സിലായില്ലേ? അപ്പം അങ്ങോട്ട് നോക്കി, അതായത് ഉമർ ഖാദി തങ്ങൾ പാപ്പ, അതുകൊണ്ടാണ് ഇതിന് മസ്ജിദുൽ ഹുനൂദ് പറയപ്പെടുന്ന വിഷയമാണ് പറയപ്പെടാൻ കാരണം. അന്ന് ഉമർ ഖാദി തങ്ങൾ പാപ്പ ഉണ്ടാക്കിയ ഒരുപാട് പള്ളികളുണ്ട്. ഇവിടെ തന്നെ ഉമർ ഖാദി ഈ ഒരു റോഡിൻ്റെ തന്നെ പേരെന്താണ്? ഉമർ ഖാദിയുടെ പേരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചരിത്രങ്ങൾ ഉണ്ടാവാൻ കാരണം അന്ന് ഉമർ ഖാദി തങ്ങൾ പാപ്പ ഇവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതുകൊണ്ടാണ്. ഇന്നല്ലേ നമുക്ക് ഇവരെ ആശ്രയിക്കേണ്ടി വന്നത്. പണ്ട് ഇവർക്ക് ഈ ഓയിലെല്ലാം വരുന്നതിന് മുമ്പ് നമ്മളെ ഇവരെ ആശ്രയിച്ച് പറ്റ ഫക്കീറന്മാരായിരുന്നു എന്നർത്ഥം. അപ്പോൾ അതാണ് ഈ സംഭവത്തിനുള്ള ഒരു ചരിത്ര പശ്ചാത്തലം. പിന്നെ കിട്ടൂല. ഇതാണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ പാപ്പ ദർസ് നടത്തി വന്ന സ്ഥലം. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പാപ്പയുടെ വീട് എല്ലാമാണ് ഈ കാണുന്നത്. അങ്ങനെ ആ ഒരു പഴയ കോലങ്ങൾ നോക്കിയത് കണ്ടടാ, എവിടെ കണ്ടോ? എല്ലാവരും പോട്ടെ പോയോ, പെട്ടുപോയോ? അങ്ങനെ തോയിഫിൽ ഇബ്നു അബ്ബാസ് തങ്ങൾ പാപ്പയുടെ ദർബാറെല്ലാം സിയാറ കഴിഞ്ഞു. നമ്മുടെ ഹസന ഉംറ സംഘം ഇനി പോകുന്നത് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോയിഫിൽ അനുഭവിച്ച പല ചരിത്രങ്ങൾക്കും സാക്ഷ്യം വഹിച്ച സ്ഥലങ്ങൾ കാണാനാണ്. ഏതായാലും അത് കാണുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും വലിയ ഒരു ഉന്മേഷമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിയിലാണ് എല്ലാവരും ഉള്ളത്. കണ്ടില്ലേ, ഇരുവശങ്ങളും പച്ചപ്പുകളാൽ പുതക്കപ്പെട്ടതാണ് തോയിഫിൽ അന്തരീക്ഷം. പുറത്തിറങ്ങിയാലും തണുപ്പ്, അവിടെ തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കാണാനുള്ള കാഴ്ചകളാണെങ്കിലോ അതിനേക്കാൾ അതിമനോ. നമ്മൾ ഈ സൗകര്യം കുറഞ്ഞ ഇടുങ്ങിയ സ്ഥലത്ത് വന്ന് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം പറയുമ്പോൾ അതിൻ്റെ റിയാലിറ്റി വരണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പറയണം. നമുക്ക് പോകണമെങ്കിൽ ആ ബസ് ഇറങ്ങി അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വിശാലമായ പാർക്കിങ് അല്ലേ. അവിടുന്ന് പറഞ്ഞാലും കാര്യങ്ങൾ നടക്കും. മാഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും. അവിടുന്ന് പരിചയപ്പെട്ടു. മുപ്പത് ഒരു മുദീറാണ്, അതാണ്. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഭാഷകൾ തമ്മിൽ കണക്ഷൻ കുറവാണ്. അപ്പോൾ അറിയാവുന്നൊക്കെ ഞാൻ കയറ്റിക്കാൻ സത്യം, ബാക്കി മാറ്റർ കഴിഞ്ഞു ഇവന് നിർത്തി.
ഏതായാലും പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാലും ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ദീനീ പ്രബോധനം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. ദീനീ പ്രബോധനം തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞു. അപ്പോഴേക്കും ആരംഭപ്പൂവിന്റെ സഹധർമ്മിണി ഈ ലോകത്തോട് വിട പറഞ്ഞു. അതുപോലെ തന്നെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാമായിരുന്ന അബ്ദുൽ മുത്തലിബ് തങ്ങൾ, അങ്ങനെ തുടങ്ങി മുത്തായ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നവരൊക്കെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 വർഷത്തോളം ദീനീ പ്രബോധനം നടത്തിയിട്ടും മക്കത്തുനിന്ന് കാര്യമായൊരു പ്രതികരണം ലഭിക്കാത്ത ഒരു അവസ്ഥയായി. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ മക്കയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായ ഒരു അവസ്ഥ ഉണ്ടായി. മക്കയിൽ പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടായ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ വന്നപ്പോഴാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇനി എങ്ങനെ നമ്മുടെ ദീനിനെ നിലനിർത്താൻ, എന്താ അടുത്ത സൊല്യൂഷൻ എന്താണ്, ഈ ഒരു ചിന്തയിൽ നിന്ന് ഉദിച്ചതാണ് എന്റെ വളർത്തുമ്മയുടെ നാടായിരുന്ന, എന്റെ വളർത്തുമ്മാരാണ് മൈമുനബിയോ, ഹലീമത്തു സഅദിയ അല്ലെ റളിയല്ലാഹു അൻഹ, മഹദി അവരുടെ നാടാവുന്ന ത്വായിഫിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ എൻ്റെ അമ്മാവന്മാരുണ്ട്. അതുപോലെ തന്നെ അവിടെ ഞാൻ കളിച്ച് നടന്ന നാടല്ലേ. അപ്പൊ എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ട്. സ്വാഭാവികല്ലേ, ഒരു നാട്ടിൽ നമുക്കൊരു പ്രതീക്ഷ പോയാൽ നമ്മുടെ മനസ്സിൽ എന്താണ്ടാവുക, എന്നാ ഈ പ്രതീക്ഷ ഏതെങ്കിലും സ്ഥലം നമുക്ക് വന്നാൽ അവിടേക്ക് ഓടില്ല, നമ്മള് ഓടാറില്ലേ, ആരെങ്കിലും ഓടിയണോ? അങ്ങനത്തെ അവസ്ഥ ഇല്ലാതെ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതീക്ഷയോടെ ഇസ്ലാമിന്റെ പ്രബോധന ഉദ്ദേശത്തിൽ നേരെ ത്വായിഫിലേക്ക് വരികയാണ്. ത്വായിഫിലേക്ക് വന്നു. അന്ന് ഈ നാട്ടിലുണ്ടായിരുന്ന ഒരു 3 ഭരണാധികാരികളുണ്ട്. ആ ഭരണാധികാരികളോട് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാനിങ്ങനെ മുത്തിന്റെ പേര് പറഞ്ഞാ അറിയാം, സ്വലാത്ത് ഇങ്ങനെ കൂടണം, അപ്പോഴേ നമുക്ക് എന്തേ ഉള്ളൂ, നമ്മ ഈ മജ്ലിസിന് ഒരു ബറക്കത്ത് ഉണ്ടാവണ്ടേ. ആരംഭപ്പൂവിന്റെ ഈ ഒരു ചരിത്രം ഉറങ്ങിയിരിക്കുന്ന സ്ഥലം ഇവിടെ, മനസ്സിലായില്ലേ? അപ്പൊ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വന്നിട്ട് ത്വായിഫിൽ വന്നുകൊണ്ട് ആദ്യമായി ഈ നാട്ടിലെ പ്രമാണികളായ 3 വ്യക്തികളുണ്ട്. ആ വ്യക്തികളോട് വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചു. ഞാൻ വന്നത് ഇന്ന ഉദ്ദേശത്തിലാണ്. അപ്പോ നമ്മുടെ ഈ ഇസ്ലാം മതം എന്നൊരു മതമുണ്ട് എന്നുള്ളതും ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്തായി, മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിഷയാവതരണം നടത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം അവതരിപ്പിച്ചപ്പോ ആദ്യമായി 3 പേരോടല്ലേ പറയണത്. അപ്പൊ ആദ്യമായുള്ള ഒരാൾ പറഞ്ഞു, എന്താണ് മുഹമ്മദ്, അനക്കാണോ അള്ളാന്റെ നബി എന്നുള്ളത് കിട്ടിയേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടണേ ഇല്ല. നമ്മൾ പറയില്ലേ, ഓനക്ക് ആരാക്കി നമ്മള് അങ്ങനെ പറയില്ലേ, മലപ്പുറക്കാർ ഓനെ അറിയില്ലേ? ആ ശൈലിയ പറഞ്ഞത്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്സാരവൽക്കരിച്ചു. രണ്ടാമത്തെ ആൾ പറഞ്ഞു, മുഹമ്മദ് നിനക്ക് നബി എന്നുള്ള പദവി ഒന്നോ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി കാബന്റെ കില്ല വലിച്ചു കീറും. കാരണം പിന്നെ കാബന്റെ കില്ലൊന്നും പ്രസക്തി ഇല്ല, മനസ്സിലായില്ല? അവരെ ശൈലി പറയാം, പൊട്ടനായി പോമാലുകാർ അവരെ ശൈലിയുടെ ഒരിക്കലും നമ്മൾ മുത്തിന്റെ പറയുമ്പോൾ ആ പറഞ്ഞ ശൈലി മനസ്സിലാൻ വേണ്ടി പറയാ. മൂന്നാമത്തെ ആള് പറഞ്ഞെന്താണ്, എന്താ അള്ളാഹ്ക്ക് പേച്ചോ, ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ എങ്ങനെ തരല്? ഇങ്ങനെ 3 പേരും ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാനസികമായി തകർത്തു കളഞ്ഞു. തങ്ങൾ ഒരുപാട് വിഷമം സഹിക്കാൻ കഴിയാതെയാണ് മക്കയിൽ നിന്ന് വലിയ പ്രതീക്ഷയോടെ ഈ ത്വായിഫിലേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോ ആദ്യത്തെ പ്രതികരണം തന്നെ ഇങ്ങനെയായിരുന്നു. ആരംഭപ്പൂവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. തങ്ങൾ വേദനയുള്ള മനസ്സൊക്കെ ആണെങ്കിലും അവരോട് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങൾ അംഗീകരിക്കണ്ട, ഞാൻ ഈ വന്ന വിഷയം നിങ്ങളെ തൽക്കാലം ആരോടും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ അവിടുന്ന് പോന്നു. എന്ന് മാത്രമല്ല, ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, തങ്ങൾ ഈ ത്വായിഫ് എന്നുള്ള പ്രദേശത്ത് 10 ദിവസത്തോളം താമസിച്ചു, പലരുമായി കണ്ടു സംസാരിച്ചു. മറ്റൊരിടത്ത് കാണാം 1 മാസത്തോളം കണ്ടു പലരെയും കണ്ടു സംസാരിച്ചു. പക്ഷേ ഒരാൾ പോലും ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചില്ല. അപ്പോ ചുരുക്കി പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. തങ്ങൾ ഉറപ്പിച്ചു, ഇവിടെയും എനിക്കെന്തില്ല, ഇവിടെ നമുക്കൊരു പിടുത്തം കിട്ടുന്നില്ല, ഇനി തിരിച്ചു പോവാം. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോവാനിരിക്കുമ്പോഴാണ് ഈ ത്വായിഫുകാർ അവർ നാട്ടിലുണ്ടായിരുന്ന ഭ്രാന്തന്മാരെയും കുട്ടികളെയും വിളിച്ചു. ആ കുട്ടികളോടൊക്കെ പറഞ്ഞു, ചെറിയ കുഞ്ഞുങ്ങളോട് അങ്ങ് നോക്കാതെ പൊട്ടൻ
പോണി, ഒന്ന് കല്ലെടുത്ത് എറിഞ്ഞോ പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും? കല്ലെടുത്ത് എറിയില്ലേ? സ്വാഭാവികമായിട്ട് എറിയും അല്ലെ? ഭ്രാന്തന്മാരോട് എന്തെങ്കിലും പറഞ്ഞ് കയറ്റിവിട്ട് അവരെന്ത് ചെയ്യും? ആ വ്യക്തിയെ എന്ത് ചെയ്യും? ആക്രമിക്കും. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കല്ലെറിയാൻ തുടങ്ങി. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. പല കല്ലേറുകളും അവർ തടുത്തു നോക്കി. പക്ഷേ അവസാനം ഹാരിസ് റളിയല്ലാഹു അൻഹു തലയിലേക്ക് കല്ലേറ് കൊണ്ടു. തലയിൽ നിന്ന് രക്തം ഇങ്ങനെ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഹാരിസ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമായി. അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കണമെന്ന് മനസ്സിലാവാത്ത അവസ്ഥയായി. അങ്ങനെ അവർ പോരുന്ന വഴിയിൽ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം, ഒരിടത്ത് ഇതുപോലത്തെ ഒരു വഴിയിൽ രണ്ട് സൈഡിലും ഈ തോയിഫുകാരങ്ങൾ നിന്നുകൊണ്ട് ആരംഭപ്പൂവും കൂടെ ഉണ്ടായിരുന്ന സ്വഹാബി നടന്നു വരുമ്പോ രണ്ട് സൈഡിൽ നിന്നും കല്ലേറിനാൽ തങ്ങളെയും കൂടെ ഉണ്ടായ സ്വഹാബിയെയും വല്ലാതെ വേദനിപ്പിച്ചു. അതിലൊരു ഏറ് കൊണ്ടപ്പോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ കൊണ്ട് തങ്ങളെ കാലിൽ നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി. മുത്തിന്റെ ശരീരത്തിൽ നിന്ന് പ്രിയമുള്ളവരെ ദീനിന് വേണ്ടി തങ്ങളെ ശരീരത്തിന് രക്തമൊലിക്കാൻ തുടങ്ങി. തങ്ങൾ ക്ഷീണിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു ഓൾറെഡി തലയിൽ നിന്ന് രക്തമൊലിക്കാൻ തുടങ്ങി. വല്ലാതെ വേദനയോടെ അവർക്ക് തടുക്കാനുള്ള ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേദന സഹിക്കാൻ കഴിയാതെ ആദ്യം വന്നിരുന്നൊരു സ്ഥലം ഇതിന് പുറത്തുണ്ട്, ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം വീണ്ടും തങ്ങൾ അവിടുന്ന് എഴുന്നേറ്റു. കാരണം തങ്ങൾ ഇരുന്നപ്പോ ഇരുന്നോർത്ത് വെച്ചെന്തായി? ശത്രുക്കളെ എറിയാൻ തുടങ്ങി. അങ്ങനെ പലരുമായി അടിയും അക്രമമെല്ലാം ആയപ്പോ ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ക്ഷീണം സഹിക്കാൻ കഴിയാതെ തങ്ങൾ ആ ക്ഷീണത്തോടെ വന്ന് ഇരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്ന പള്ളി നിൽക്കുന്ന ഈ സ്ഥലം. മസ്ജിദു അദ്ദാസ് എന്ന് പറയുന്ന സ്ഥലം, മുത്തിരുന്ന സ്ഥലം. മനസ്സിലായില്ലേ? മായമില്ല, കലർപ്പില്ല. അന്ന് പള്ളിയില്ല, അന്ന് സ്ഥലമാണ്. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങോട്ട് വന്ന് അവിടെ തൽക്കാലം അവിടെ വന്നിരുന്നു. തങ്ങൾക്കറിയാം ഇവിടെയുള്ളതിന്റെ മുതലാളിമാരാരാണ്? ഉത്ബയും ഷൈബയും കടുത്ത ശത്രുക്കളെന്നറിയാം. പക്ഷെ നമ്മളുണ്ടല്ലോ, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കൾ മുമ്പാണ് ഈ വീണു പോലെ നമ്മൾ. അങ്ങനെ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഉത്ബയും ഷൈബയും ദൂരെ നിന്ന് കണ്ടു തങ്ങൾ അവിടെ വന്നിരിക്കുന്നു, അവരുടെ പറമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്തോ ഒരു മാനുഷിക പരിഗണന അവർക്ക് തോന്നിയത് കൊണ്ട് അവരെന്തായി? അവരുടെ ആ തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു അദ്ദാസ് റളിയല്ലാഹു പിന്നീട് റളിയല്ലാഹു ആയി. അപ്പൊ അദ്ദാസ് എന്ന ആ ഒരു തോട്ടത്തിലെ ജോലിക്കാരനോട് പറഞ്ഞു, അല്പം പഴം എടുത്തിട്ട് അല്പം മുന്തിരി എടുത്ത് പറഞ്ഞു, ഇതാ വന്നിരിക്കുന്ന വ്യക്തി അയാൾ കൊണ്ടുവരക്കെ, അത് ക്ഷീണമെങ്കിലും മാറ്റിക്കോട്ടെ എന്ന്. അങ്ങനെ അദ്ദാസ് റളിയല്ലാഹു അൻഹു നേരെ വന്നു. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിലെ മുന്തിരി കൊടുത്തു. ആ മുന്തിരി കഴിക്കാൻ നേരത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നങ്ങ് ചൊല്ലി. ഇത് അദ്ദാസ് കേട്ടപ്പോ അദ്ദാസിന് ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ. അപ്പൊ അദ്ദാസിന് ആൾ കൺഫ്യൂഷൻ. കാരണം ഇത് ഈ തോയിഫുകാരോ മക്കക്കാരായ ഒരാളും പറയേണ്ട വാക്യമല്ല. ഈ നാട്ടിനിങ്ങനെ സിസ്റ്റം ഇല്ല. പിന്നെ ഇത് എവിടുന്നോ കേട്ട് പരിചയമുണ്ടല്ലോ എന്ന് അദ്ദാസ് ഈ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് നാട്ടുകാരനാ? അപ്പൊ അദ്ദാസ് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ജോലിക്കാരനാണ്, ഞാൻ നീനവക്കാരനാണെന്ന് പറഞ്ഞു. നീനവക്കാരൻ. അപ്പൊ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീനവയിലുള്ള യൂനുസ് ഇബ്നു മത്താ, യൂനുസ് ഇബ്നു മത്താ എന്നുള്ളവർ എന്റെ ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞാൽ എന്റെ പൂർവികനാണ്. അവരുടെ പിൻതലമുറയുള്ള ഒരു നേതാവാണ് ഞാൻ. എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശേഷമുള്ള ഒരു നബിയായി നിയോഗിച്ചതാണ്. അങ്ങനെ ഈ ലോകത്ത് ദീനി പ്രബോധനം നടത്താൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണെന്ന് പറയുകയുണ്ടായി. ഇതോടെ ഈ അദ്ദാസിന് വല്ലാത്ത അത്ഭുതമായി. കാരണം ഈ നീനവ എന്നുള്ള രാജ്യത്തിലുള്ള അവരുടെ ജ്യേഷ്ഠനെ ഈ നാട്ടിലുള്ള ഈ പറമ്പിൽ വന്നിരുന്ന വ്യക്തിക്ക് അറിയും. ഏതുപോലെ കാവന്നൂരുള്ള എന്റെ ജ്യേഷ്ഠനെ ഇവിടെ ഒരു അറബിക്കാരെ പെട്ടെന്ന് നമ്മൾ കൺഫ്യൂഷൻ ആവൂലേ? അപ്പൊ അതോടെന്തായി? അദ്ദാസ് എന്നുള്ളവർക്ക് മനസ്സിലായി ഇവര് ചില്ലറക്കാരല്ല എന്നുള്ളത്. അദ്ദാസ് റളിയല്ലാഹു അൻഹു നേരെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിലിരുന്നു കൊണ്ട് തങ്ങളുടെ ഇസ്ലാം മതം സ്വീകരിച്ചു. ഇത് കണ്ട ഈ ഉത്ബയും ശൈബയും ദൂരത്ത് ഒന്ന് ചോദിക്കാനും അദ്ദാസ് പെട്ടയില് ഈ മുഹമ്മദിന്റെ ശല്യം കൊണ്ടാണ് ഇവരെല്ലാവരും മാറ്റി ഓടിച്ചത്.
പിന്നെ നമ്മൾ ചെറിയ അഭയം കൊടുത്താ അപ്പൊ നോക്കുമ്പോ നിന്നെ പേപ്പിച്ചോ. അപ്പൊ ഈ അദ്ദാസ് എന്നുള്ളവർ പറഞ്ഞു, ഇവർ വലിയ ഒരു നേതാവാണ്, ഈ ലോകത്തിന്റെ തന്നെ വലിയ നേതാവാനുള്ളവരാണ് ഇവർ. എന്റെ നാട്ടിലുണ്ടായിരുന്ന യൂനുസ് ഇബ്നു മത്താ എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ പിൻഗാമിയാണ് എന്നുള്ളത് ഈ ഉത്ബയോടും ശഅബയോടും പറയുകയുണ്ടായി എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. പ്രിയമുള്ളവരെ, അന്ന് ആ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വലിയ മഹത്വമായ സ്ഥലമാണ് ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. മസ്ജിദ് അദ്ദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥലം. മനസ്സിലായല്ലേ? അപ്പൊ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് ദീന് വളർത്താൻ വേണ്ടി, ദീന് തരാൻ വേണ്ടി തങ്ങളെ എത്രത്തോളം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. അന്ന് ആദ്യമായി മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ പരിശുദ്ധമായ കഅബാലയത്തിന്റെ അവിടെ സുജൂദിലിരിക്കുന്ന സമയത്ത് തങ്ങളെ കഴുത്തിലല്ലേ കുടൽമാല കൊണ്ടുവന്നിരുത്ത്. കുടൽമാല കൊണ്ടുവച്ചിട്ട്, ഈ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവച്ചിട്ട് ആ കുടൽമാലെങ്ങാനും എടുക്കാൻ ആരെയും വന്ന അവരപ്പം വെട്ടും. അപ്പൊ ആരെടുക്കാൻ വരാം? നിങ്ങളൊന്ന് ചിന്തിച്ചു, ആരെടുക്കാൻ വരും? സ്വഹാബത്തിനൊക്കെ അവരുടെ ശക്തിയേക്കാളും വലിയ ശക്തി അപ്പുറത്ത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ വേദന ഉണ്ടെങ്കിലും എടുക്കാൻ വരാൻ ധൈര്യമില്ല. ആ സമയത്തല്ലേ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്തു സഹറ ബീവി എന്താ ഈ വിവരം അറിയാ? പൊന്നോമന മകൾ അറിയാണ് ഈ വിവരം. എന്റെ ഉപ്പാൻ അവിടെ ചെയ്തിട്ടുണ്ട്, ഉപ്പ സുജൂദിന്ന് പൊന്താൻ കഴിയാതെ കിടക്കുകയാണെന്ന്. ആ സമയത്ത് ഫാത്തിമ ബീവി ഇടം വരഞ്ച് നോക്കാതെ നേരെ വന്നു. അവിടെ എന്ത് ആക്രമണം വരുമെന്ന് നോക്കാതെ നേരെ വന്നുകൊണ്ട് എന്താ ഈ പൊന്നുപ്പയുടെ കഴുത്തിലുള്ള ആ കുടൽമാല എടുത്ത് ഒഴിവാക്കി ചരിത്രം അറിയാം. ചരിത്ര ഗ്രന്ഥങ്ങൾ ഒരിടത്ത് കാണാം. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞ ഇൻഷാല്ലാഹ് നമ്മളെ അവിടുന്ന് പരിചയപ്പെടുത്തി കഅബാലയത്തിന്റെ പരിസരം പരിചയപ്പെടുത്തുമ്പോൾ അവിടെ ഒരിക്കൽ ശത്രുക്കളുടെ ആക്രമണം കൊണ്ടും ഹിജ്ർ ഇസ്മായിൽ ഇരുന്നിരുന്ന അത്ര. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. അങ്ങനെ മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന ദീനാണ് നമ്മൾക്ക് ഈ വളരെയധികം ഈ വെട്ടിത്തെളിയിച്ച ദീനിലൂടെ ഒന്ന് പോകുമ്പോൾ നല്ലവർക്ക് പോയാൽ മതിയെന്നേ ഉള്ളൂ. നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല, അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല സംശുദ്ധമായ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരംഭപ്പൂവായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ പോകുമ്പോ ആ ഒരു ബറക്കത്ത് കൊണ്ട് അള്ളാഹ് നമ്മുടെ ജീവിതം സംശുദ്ധാക്കട്ടെ. എപ്പോഴും അത് ദ്വാരക്കണം. ജീവിതം സംശുദ്ധമായോ എങ്കിൽ ബാക്കിയെല്ലാം നമുക്ക് വഴിയിൽ റെഡിയാവും. ജീവിതം സംശുദ്ധ അല്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിരുന്ന കാരണം കരടുകൾ നിറഞ്ഞ ഹൃദയത്തില് അള്ളാന്റെ ഹബീബിലുള്ള മഹബത്ത് വരുമോ പ്രിയമുള്ളവരെ? വരില്ല. ആരംഭപ്പൂവിന്റെ ഈ മക്കയിൽ വരാൻ നമുക്കെല്ലാവർക്കും അവസരം കിട്ടി. എത്ര എത്ര ഹതഭാഗ്യവാന്മാരുടെ നമ്മുടെ നാട്ടിലെ ഭാഗ്യം ലഭിക്കാത്തവരല്ലേ? സാമ്പത്തികമല്ല പറഞ്ഞത്, സാമ്പത്തികം ഉണ്ടായിട്ടും വരാൻ കഴിയാത്തവരത്തെ പേരുണ്ട്. അങ്ങനെയുള്ളവരിൽ നിന്ന് അള്ളാഹ് നമ്മൾ തെരഞ്ഞെടുത്ത് മുത്തിന്റെ ഈ രക്തമൊലിച്ചിരുന്ന കാല് കൊണ്ടിരുന്ന ഈ സ്ഥലം വരെ അള്ളാഹ് എത്തിച്ചില്ലേ? അങ്ങനെ നമുക്ക് ഈ സ്ഥലമൊക്കെ കാണാൻ നമ്മുടെ കണ്ണ് കൊണ്ട് അള്ളാഹ് തൗഫീഖ് വന്നില്ലേ? ഇത്രയൊക്കെ തന്ന റബ്ബിനെ നമ്മൾ സ്തുതിക്കണ്ടേ? അങ്ങനെയുള്ള നമുക്ക് ഈ കണ്ണുകളെ കൊണ്ട്, നമ്മുടെ ശരീരങ്ങളെ കൊണ്ട്, നമ്മുടെ കാലുകളെ കൊണ്ട് ആരംഭപ്പൂവിന്റെ ഓരോരോ സ്ഥലങ്ങളും നമ്മളെല്ലാവരും ഇന്നലെ സൗറുമല കയറി. ആരംഭപ്പൂവിന്റെ സൗറുമല കയറാൻ ഭാഗ്യം ലഭിച്ചില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു. എത്ര എത്ര ട്രാവൽസുകൾ വേറെ വന്നിട്ടുണ്ട്, അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്നും അള്ളാഹു നമ്മളെ വ്യത്യസ്തമാക്കി. അള്ളാഹു അതുപോലെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ പോയി കാണാനും അറിയാനും പഠിക്കാനും നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ നമുക്ക് തോന്നും ഇതെന്താ കഴിയാത്തത്, കുറച്ചൊക്കെ വെയിലുള്ളുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, ഞാൻ ചിന്തിക്കണ്ട, ഞാൻ ഈ വെയിലത്തുനിന്ന് പറയുമ്പോൾ ഒരു പക്ഷെ അതായിരിക്കാം നമ്മളെ ജീവിതം വിജയിക്കാൻ ഒരു കാരണം എന്നുള്ള. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോ നമുക്ക് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നമുക്ക് ദീനെ തരാൻ വേണ്ടിയിട്ട് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ ഒരു രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ നമ്മൾ ഇത്ര ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഈ സംഭവം അവിടുന്നും പറയാമായിരുന്നു, പക്ഷെ ഇവിടെ വന്ന് പറയുമ്പോ ആ ഒരു റിയാലിറ്റി ഉണ്ടാവും. മനസ്സിലായല്ലേ? അപ്പൊ ഇതിന്റെ പിന്നിലാണ് ഈ കാണുന്നതാണ് തോട്ടം. മനസ്സിലായി? അദ്ദാസിന്റെ തോട്ടം പറഞ്ഞില്ലേ? അതായത് ഇതൊക്കെ ഒരു തോട്ടമായിരുന്നു, പിന്നെ ഇങ്ങനെ പാർട്ടായി മാറി. അപ്പൊ ഈ തോട്ടത്തിൽ ഇപ്പൊ ഒന്നും കാണാനൊന്നുമില്ല. അന്ന് ഇതൊരു മുന്തിരിത്തോട്ടം, ഇപ്പൊ ഇത് വെറും പച്ചക്കറികളാ. കുറച്ച് നീങ്ങിയൊക്കെ അവിടെ കല്ലാണ്, അത് ഇന്റർലോക്ക്, ഹോളോബിക്സ് ഇല്ല, അതിന് കയറിയെ കാണാൻ കഴിയും. അതിനകത്ത് പ്രത്യേകമായിട്ട് ഒന്നുമില്ല. ഈ തോയിഫിലാണ് ഈ മക്കയും പരിസരത്തുള്ള ഏറ്റവും വലിയ ഭ്രാന്താശുപത്രിയില്. എന്താ കാരണം വെച്ചാല് ചിലരൊക്കെ പറയുന്നതായി കേൾക്കാം, അന്ന് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ര വേദനിപ്പിച്ചപ്പോ ആ ഒരു ശാപം കൊണ്ടാണ് അത്രേ.
ഞങ്ങൾ ആലോചിച്ചേക്ക് മുത്തിന്റെ മനസ്സ് വേദനിച്ച കഴിഞ്ഞില്ലേ. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുമ്പോൾ തങ്ങളോട് വന്നിട്ട് ഒരു മലക്ക് ഈ മലകൾ നിയന്ത്രിക്കുന്ന മലക്ക് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്നങ്ങ് സലാം പറഞ്ഞ് തങ്ങൾ സലാം മടക്കി. തങ്ങൾ വേദനിച്ചിരിക്കുമ്പോ തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഈ മലകൾ നിയന്ത്രിക്കുന്ന മലക്കാണ്. ഈ ത്വായിഫിലുള്ള ജനതക്ക് ഞാൻ ഈ മല മറിച്ചിട്ട് അവരെ ഇല്ലാതെ നശിപ്പിച്ച് കളഞ്ഞാലോ? ആ സമയത്തും ആരംഭപ്പൂ പറഞ്ഞെന്താ അറിയോ? വേണ്ട, അവരിൽ ഒരാളെങ്കിലും ദീനിലേക്ക് പിൻകാലത്ത് വന്നാൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്ന കാര്യം. മനസ്സിലായല്ലേ? മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമുണ്ടായ ആ ഒരു രംഗം എന്താന്ന് ചോദിച്ചു. ആ സമയത്ത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്താ അറിയോ? ഞാൻ വലിയ പ്രതീക്ഷയിൽ എൻ്റെ വളർത്തുമ്മയുടെ നാട്ടിലേക്ക് പോയി. അവരെന്നെ വല്ലാതെ നിരാശപ്പെടുത്തി കല്ലെറിഞ്ഞും കുന്തം കൊണ്ട് ആക്രമിച്ചും എന്നെ തളർത്തിക്കളഞ്ഞ ആ ഒരു രംഗം അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടായിരുന്ന രംഗമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പറഞ്ഞതും കേട്ടതെല്ലാം അള്ളാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതെല്ലാം നമ്മൾ കേൾക്കുന്ന എന്തിനാറിയോ? ഒരു ചെവിയിൽ കേട്ട് മറ്റേ ചെവി പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ്. തമാശകളും രസങ്ങളും വേണം, പക്ഷെ കാര്യങ്ങളായിരിക്കണം. മനസ്സിലായല്ലേ? നമ്മളെ മനസ്സിൽ വേണം ആരംഭപ്പൂവ് നമുക്ക് ദീന് തരാൻ വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ. അപ്പോ നമ്മുടെ മനസ്സെന്ത് ചെയ്യണം? മുത്തിനോടുള്ള ആ മഹബത്ത് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരണം. അധികമായി സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. മദീനയിൽ എത്തുമ്പോൾ റൗള നഷ്ടപ്പെടൂല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും റൗള എളുപ്പമാക്കി തരുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞങ്ങൾ നേരെ പോകട്ടെ, ഈ പള്ളിയിൽ നിന്ന് കയറി കാണാം. അദ്ദാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ഇതാണ് മസ്ജിദ് അദ്ദാസ്. ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുപ്പാപ്പ വല്ലാത്ത ക്ഷീണം കൊണ്ട് വന്നിരുന്നിരുന്ന ഒരു സ്ഥലമാണ് ഈ അദ്ദാസിൻ്റെ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ മസ്ജിദ് അദ്ദാസ്. എന്തുകൊണ്ടും ഇവിടെ എത്തുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ഹബീബ് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന സ്ഥലം എന്നുള്ളത് ഓർക്കുമ്പോൾ അതിനേക്കാളുപരി നമുക്ക് വിഷമുണ്ട്. നമ്മുടെ മുത്തായി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിച്ച ഓരോ യാതനകൾ ആലോചിക്കുമ്പോൾ. ഏതായാലും അൽഹംദുലില്ലാ അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഖർനുൽ മനാസിലേക്കാണ് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്ന് പറഞ്ഞാൽ നജ്ദുകാർക്ക് ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമിച്ചു കൊടുത്ത ഒരു മീഖാത്തായിരുന്നു ഖർനുൽ മനാസിൽ സൈലുൽ കബീർ. അവിടേക്കാണ് ഞങ്ങൾ എല്ലാവരും ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത്. അങ്ങനെ അവിടുന്ന് ഇഹ്റാം ചെയ്തുകൊണ്ടുള്ള ഒരു ഉംറയും കൂടെയാണ് ഇന്ന് നമ്മൾ, അതായത് ഒരു മീഖാത്തിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഇഹ്റാം ചെയ്യൽ എന്നാണ് എന്നർത്ഥം. ഖർനുൽ മനാസിലെ പള്ളിയുടെ അകംവശമാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായ രീതിയിലായിട്ടാണ് ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടും കാണാൻ നല്ല ഭംഗിയുള്ള രൂപത്തിലാണ് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് നിസ്കരിക്കാൻ കയറിയാലും പ്രത്യേക ഒരു ആംബിയൻസാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. അങ്ങനെ ഇഹ്റാം ചെയ്യലെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഹാജിമാരെല്ലാവരും തിരിച്ചു പോവാണ്. അങ്ങനെ നേരെ ഇനി പോകുന്നത് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഹറമിലേക്ക് പോകും. അങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിലേക്കുള്ള യാത്ര. അങ്ങനെ ഇവിടുന്ന് പലർക്കും സ്പെഷ്യലായിക്കൊണ്ട് നമ്മൾ ഇഹ്റാം ചെയ്തു കൊടുക്കാറുണ്ട്. കാരണം പലരും അവരുടെ ഉമ്മമാർക്ക് ഉംറ ചെയ്യുന്നവരുണ്ടാവും, അവരെ ഉപ്പമാർക്ക് ഉംറ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പലർക്കുമായി ഭർത്താക്കന്മാർക്ക് ചെയ്യുന്നവർ, അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ നിയ്യത്തുകൾ വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് കൊടുക്കാറുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഈമാനം ബിക وتصديقا بكتابك ووفاء بعهدك واتباعا لسنة نبيك محمد صلى الله عليه وسلم. سبحان